ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സേതുപാറയിൽ പാരമ്പര്യത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായി 34 സെന്റ് സ്ഥലവും എല്ലാ പർപ്പസിനും അനുയോജ്യമായ 5200 സ്ക്വയർ ഫീറ്റിന്റെ 3 നില ബിൽഡിങ്ങും വിൽപ്പനക്കുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളത് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ പാമ്പാടി നെഹ്റു കോളേജിന് അടുത്തായിട്ടാണ് ഈ അടിപൊളി ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ 34 സെന്റ് സ്ഥലവും 5200 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ കാണുന്ന 3 നില ബിൽഡിങ്ങുമാണ് ഇതിലുള്ളത്. ഇതിൽ ഇതുവരെയും ലേഡീസ് ഹോസ്റ്റലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പാമ്പാടി നെഹ്റു കോളേജിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ഇതിൽ താമസിച്ചിരുന്നത്. ഇതിൽ 60ഓളം കുട്ടികൾ താമസിച്ചിരുന്നതാണ്. ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും 2000 രൂപ വെച്ചായിരുന്നു വാങ്ങിയിരുന്നത്. അങ്ങനെ 1,20,000 രൂപ വരെ വാടക കിട്ടിയിരുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഫുഡിൻ്റെ ചാർജെല്ലാം വേറെയായിരുന്നു. കഴിഞ്ഞ 6 മാസം മുന്നേ വരെയും ഇതിൽ ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ അവർക്കുള്ള വാർഡനായ ഒരു ഫാമിലിയും ഇതിലുണ്ടായിരുന്നു. ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി ഇതിൽ സെപ്പറേറ്റ് തന്നെ ഒരു വീടുണ്ട്. ഈ 34 സെന്റ് സ്ഥലത്ത് 4-5 തെങ്ങുകളും അതുപോലെ തന്നെ പ്ലാവ്, മാവ് ഇവയെല്ലാം ഇതിലുള്ളതാണ്. അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ അടുത്തായിട്ട് തന്നെയാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ എന്ന് പറയാം. ഇവിടെ നിന്നും വെറും 50 മീറ്റർ ദൂരം മാത്രമാണ് ഭാരതപ്പുഴയിലേക്കുള്ള ദൂരം. ഈ 5200 സ്ക്വയർ ഫീറ്റുള്ള ഈ 3 നില ബിൽഡിംഗ് എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു ബിൽഡിംഗ് തന്നെയാണ്. നിങ്ങൾക്കിതിൽ ഇതുപോലെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഹോസ്റ്റലായി നടത്തണമെങ്കിൽ അങ്ങനെയും കുട്ടികളെ കിട്ടുന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ് നെഹ്റു കോളേജ്. നെഹ്റു കോളേജിൽ നിന്നുള്ള കുട്ടികളെ തന്നെ നമുക്ക് താമസിപ്പിക്കാം. നിങ്ങൾക്കിതിൽ ജെൻസ് ഹോസ്റ്റലോ അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലോ ഇതിൽ നടത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ബിൽഡിംഗ് എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ നിലയിലും 2 സൈഡിലായി ഓരോ ക്വാർട്ടേഴ്സുകൾ ആക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കിനി ക്വാർട്ടേഴ്സുകൾ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ആയുർവേദ മസാജ് സെൻ്ററുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ഒരു നിലയിലെ ഒരു ഭാഗം തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കാണ് പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക. ഓരോ പോർഷനിലും ഒരു ഹാളും 2 ബെഡ്റൂമാണ് ഉള്ളത്. അതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു റൂം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം. ഇതും തന്നെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള റൂം തന്നെയാണ്. ഇവിടെയെല്ലാം നിലത്ത് മൊസൈക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് താഴത്തെ നിലയിൽ തന്നെ മറ്റൊരു ഭാഗം. ഇതും അതുപോലെ തന്നെ ഒരു ഹാളും അതുപോലെ തന്നെ 2 ബെഡ്റൂമും. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സ്പേസ് കൊടുത്ത് ഒരു ഭാഗത്ത് ടോയ്ലറ്റും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വാഷ് ബേസും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായി ഒരു വാർഡൻ്റെ ഒരു ഓഫീസ് റൂം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് ഇതിലെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറും തന്നെ താഴത്തേതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൽ തന്നെ താഴത്തേതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ഓരോ ക്വാർട്ടേഴ്സുകൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് പോയി നോക്കാം. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് തുണികളെല്ലാം വാഷ് ചെയ്ത് ഉണങ്ങാനിടാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ.
ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല സീനറിയാണ്. നെഹ്റു കോളേജിൽ നിന്നും ഇവിടേക്ക് വെറും 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം, ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായി തന്നെ ഒരു സൈഡിൽ വലിയൊരു കിണറുണ്ട്, നല്ലൊരു ഓപ്പൺ കിണറുണ്ട്. അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഭാരതപ്പുഴയുടെ തീരത്തു നിന്നും വെറും 50 മീറ്റർ ദൂരം മാത്രമേ ഇതിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണിത്. ഈ 34 സെൻറ്റ് സ്ഥലത്തിൻ്റെ 4 അതിരിലും തന്നെ കോമ്പൗണ്ട് വാൾ കെട്ടി ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കുട്ടികൾക്ക് തുണികൾ വാഷ് ചെയ്യാനുള്ള ഭാഗവും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ, കിച്ചൺ ഇവയെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു ബിൽഡിങ്ങാണിത്. നിങ്ങൾക്കിതിൽ നല്ലൊരു ആയുർവേദ മസാജ് സെൻ്ററോ, ഇനി അതല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലോ, ഇനി അതല്ലെങ്കിൽ ഇത് നടത്തിയിരുന്നത് പോലെ തന്നെ നല്ലൊരു ഹോസ്റ്റലോ ഇവയെല്ലാം തന്നെ ഇതിൽ നടത്താവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളാക്കാനോ, അതുപോലെ തന്നെ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു ബിൽഡിംഗ് തന്നെയാണിത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ 34 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന 5200 സ്ക്വയർ ഫീറ്റിൻ്റെ 3 നില ബിൽഡിങ്ങും, ഇതിന് മുഴുവനായി വെറും 2.5 കോടി രൂപയാണ് ഓണർ പറയുന്നത്. അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ്, നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു CRൻ്റെ പ്രോപ്പർട്ടിയുമായി ഇത് മാറ്റവും ചെയ്യാവുന്നതാണ്. ബാക്കി ക്യാഷ് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന 34 സെൻറ്റ് സ്ഥലവും 5200 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ബിൽഡിങ്ങും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി, ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ അതുമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി. അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.